നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മുടെ കൂടെ നിൽക്കുന്നതെങ്കിൽ 1000 തെറ്റുകളുണ്ടെങ്കിലും 1 കോടി ശരികൾ ഉണ്ടാക്കി അവർ നമ്മുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കും. അല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ എത്ര അവരോട് സ്നേഹം പ്രകടിപ്പിച്ചാലും അവരെ എത്ര കംഫോർട്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവർ അതിനകത്തൊക്കെ എറേഴ്സ് കണ്ടുപിടിക്കും. ഒരു പരാതികളുടെ ഒരു കൂമ്പാരം തന്നെ നമ്മളിലേക്ക് നിരത്താൻ നോക്കും. കാരണം ശരിക്കും നമ്മളൊക്കെ ചിന്തിച്ച് തന്നെ പോകും നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് പോലും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ വേണോ വേണ്ടേ നമ്മളൊന്ന് തീരുമാനിക്കണം. കാരണം എന്താ അറിയോ, നമ്മളെ സ്നേഹിക്കുന്ന ഒരു സമൂഹമുള്ള സമയത്ത് നമ്മൾ ഒരാളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി നമ്മളെ ഏറ്റവും കൂടുതൽ ശരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ സെലക്ഷൻ ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് ഓപ്ഷൻസ് ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷനുകൾ നമ്മുടെ കയ്യിലുള്ള സമയത്ത് നമ്മളതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഓപ്ഷനല്ലേ തിരഞ്ഞെടുക്കേണ്ടത്. പക്ഷേ നമ്മളെപ്പോഴും ചെയ്യുന്നത് എന്തോ അറിയോ, നമ്മൾ ഒരുപാട് അങ്ങോട്ട് സ്നേഹിക്കുന്ന ആൾക്കാർ ഇച്ചിരി സ്നേഹം ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ അവരെ നമ്മളങ്ങ് സെലക്ട് ചെയ്യും. തിരിച്ച് നമ്മൾ നമ്മളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന എത്ര കെയർ ചെയ്യും അത്രയൊക്കെ കെയർ ചെയ്താലും നമ്മൾ അവരെ സ്നേഹിക്കത്തില്ല. ഇതാണ് നമ്മുടെ ഈ ജീവിതത്തിൽ ഇപ്പോഴത്തെ ഒരു എററായിട്ട് നമ്മുടെ കയ്യിലുള്ളത്. ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കലും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ നമ്മൾ ഒരുപാട് അവരെ അങ്ങ് സ്നേഹിക്കും. അവരിൽ നിന്ന് ഒരു ഇച്ചിരി സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ അത് ഓക്കെയാണ് നമുക്ക്. പക്ഷേ തിരിച്ച് നമ്മൾ ചിന്തിക്കാറില്ല, നമുക്ക് ഒരുപാട് സ്നേഹം കൊണ്ടങ്ങ് മൂടുന്ന ഒരാളെ നമ്മൾ തിരിച്ച് നോക്കാറ് പോലുമില്ല. അല്ലയോ? ശ്രദ്ധിച്ച് നോക്കിയേ. ഇനിയെങ്കിലും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെന്ന് പരിഗണിക്കുക. നിങ്ങൾക്ക് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് കിട്ടും.